കായംകുളം നഗരസഭ 34-ാം വാർഡിന്റെയും കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 41 വർഷമായി പ്രദേശത്തെ അംഗനവാടിയിൽ അധ്യാപികയായി പ്രവർത്തിച്ച് വിരമിക്കുന്ന ഇന്ദിരയ്ക്ക് ആദരവ് നൽകി. ആദരിക്കൽ ചടങ്ങ് നഗരസഭാ കൗൺസിലർ ടി രഞ്ജിതം ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 34-ാം വാർഡിന്റെയും കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 41 വർഷമായി പ്രദേശത്തെ അംഗൻവാടിയിൽ അധ്യാപികയായി ജോലി ചെയ്ത് വിരമിക്കുന്ന ഇന്ദിരയെ ആദരിച്ചു. ചിറക്കടവം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലാണ് പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചത്. KPRA പ്രസിഡന്റ് KN ജയറാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം 34-ാം വാർഡ് കൗൺസിലർ ടി രഞ്ജിതം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സങ്കടവും സന്തോഷവും ഉള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഇന്ദിര ടീച്ചർ 40 വർഷം കൂടുതലായി നമ്മുടെ വാർഡിൽ തന്നെ ടീച്ചറായിട്ടും യാതൊരു ഒരു പരാതിയുമില്ലാതെ ഒരു ആരോപണവും ഇല്ലാതെ ഇത്രയും നാളും നമ്മുടെ വാർഡിൽ ശോഭിച്ചു നിന്ന നമ്മളെ ഇന്ദിര ടീച്ചറിനെ കാണുമ്പം ഓരോ പിള്ളേരും വലിയ പിള്ളേർ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ കാണുമ്പം അങ്ങനെ ഇല്ല, ചേച്ചി എന്ന് വിളിച്ച് പോകുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ബഹുമാനമുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ ടീച്ചർ. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, നന്മ ചെയ്താൽ നന്മ കിട്ടും എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം അംഗൻവാടി എന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റം എന്നാണ് അർത്ഥമാക്കേണ്ടത്. നേരത്തെ ഈ നിലത്തെഴുത്ത് ആശാന്മാർ പിള്ളേരുടെ കൈ പിടിച്ചു മണ്ണിൽ അക്ഷരം എഴുതി അതിൻ്റെ ഹോംവർക്ക് എന്നുള്ള രീതിയിൽ പനയോല കൊണ്ട് നാരായണം കൊണ്ട് എഴുതി കൊണ്ടുപോകുന്നവർ അത് വികസിച്ച് അംഗൻവാടി അമ്മമാരിൽ നിന്ന് 2.5 വയസ്സ് 3 വയസ്സുള്ള പിള്ളേരെ വേറൊരു അമ്മയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ആ അമ്മ അവരെ സാമൂഹികമായിട്ട് നമ്മുടെ മാധ്യമമധ്യത്തിൽ എല്ലാ തരത്തിലുള്ള ഇടപെടാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു വിടുകയാണ്. അമ്മമാര് നോക്കുന്നതിനേക്കാട്ടിൽ ഭംഗിയായി നോക്കുന്ന എൻ്റെ മകൾക്കിപ്പം 39 വയസ്സുണ്ട്. എൻ്റെ മകളെ ഉൾപ്പെടെ പഠിപ്പിച്ച ഇന്ദിര ടീച്ചറിനാണ്. എൻ്റെ കൊച്ചുമകൻ ഇന്ന് BSc നഴ്സിങ്ങിന് പഠിക്കുന്നു. അപ്പോൾ വർഷങ്ങൾ എത്രയായി ആ കുഞ്ഞ് BSc നഴ്സിങ്ങിന് പോകുന്ന അതിനെ അനുഗ്രഹിച്ച ടീച്ചറാണ് ഇന്ദിര ടീച്ചർ. ആ ടീച്ചർ നമ്മുടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കുഞ്ഞിനെ താരാട്ടി പാലൂട്ടി ഉറക്കി പഠിപ്പിച്ച് നമ്മളെ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ എത്രയോ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ സംരക്ഷിച്ചു പോന്ന ഒരു ടീച്ചറാണ് ഇന്ന് സർക്കാർ ജോലി എന്നുള്ളത് കൊണ്ട് മാറേണ്ടതായിട്ടുള്ളത് കൊണ്ട് റിട്ടയറായി പോകുകയാണ്. ഇന്നൊരു ടീച്ചർ പറയുന്നത് അങ്ങനല്ല. ഞാൻ അടുത്ത് നിന്ന് കേൾക്കുകയുണ്ടായി, നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം, നീ നാളെ ഈ സമൂഹത്തിന് നല്ലൊരു വ്യക്തിയായി മാറണം. ഇങ്ങനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ദിര ടീച്ചറിന്. അതുമാത്രമല്ല, നമുക്കറിയാം ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തി വലുതാക്കുവാണ്. ആ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു അമൂല്യമായ നിധി പോലെയാണ് ആ ടീച്ചർ ഒരു കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകുന്നത്. നാളെ നമ്മൾ ആരായി മാറിയാലും പല മേഖലകളിലായാലും ആദ്യാക്ഷരം പകർന്നു നൽകിയ ടീച്ചറെ ഒരിക്കലും മറക്കത്തില്ല. ആ ടീച്ചറിൻ്റെ സ്വഭാവമാണെങ്കിലും ആ പെരുമാറ്റമാണെങ്കിലും അറിവാണെങ്കിലും നമുക്ക് പകർന്നു നൽകുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ഇന്ദിര ടീച്ചർ. അപ്പോൾ KPRA ട്രഷറർ ഷീല, യുവജനവേദി കൺവീനർ അനീഷ് ഗോപിനാഥ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ MS റംലത്ത്, R ബിജു, ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി രക്ഷകർത്താക്കളും കുട്ടികളും ചേർന്ന് ഉപഹാര സമർപ്പണവും നടത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം.